ആനകോട്ടയിൽ കുറേ ആനകൾ കുറവാണ്. ആനയ്ക്കുള്ള ഷെഡ്യൂളൊക്കെ ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്, ചൂടുമുണ്ട്. പിന്നെ കുറേ ആനകളൊക്കെ മദപ്പാട്ടിലാണ്. വേനലിൻ്റെ ഇനി തുടങ്ങിക്കൊണ്ടാണ് നിൽക്കുന്ന വേനൽ. ആ ദൂരെ കാണുന്ന ആനയ്ക്ക് നല്ല മദപ്പാട്ടിലാണ്. ഒരു ഭയങ്കര നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ട് ഭയങ്കര ആക്ഷനൊക്കെ ചെയ്യുന്നു. കുറേ ഞായറാഴ്ച കൊണ്ട് പിന്നെ ഫെബ്രുവരി 9 ഞായറാഴ്ച. കുറേ ആൾക്കാർ ഞായറാഴ്ച ദിവസമൊക്കെ പൊതുവേ എല്ലാ ദിവസവും വിശേഷ ദിവസത്തിലെ ആൾക്കാരും കൂടുതലുണ്ടാവും. പക്ഷേ ഞായറാഴ്ച ശനിയാഴ്ച കൂടുതലും അമ്പലത്തിൽ ആൾക്കാർ വരും. ഇവിടെ ഗുരുവായൂർ അമ്പലം 10 മിനിറ്റ് ഉള്ളൂ ഇവിടെ ആനക്കോട്ടയിൽ നിന്ന്. ഇത് ഗുരുവായൂർ ദേവസ്വൻ്റെ ആനക്കോട്ട തന്നെ. ആനകളൊക്കെ ഗുരുവായൂർ ദേവസ്വൻ്റെ തന്നെ. കുറേ സെറ്റുകൾ ആനക്ക് വേണ്ടി. ഇവിടെ ആനകളൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. എന്ത് പണിയെടുക്കാനും നല്ല കഷ്ടപ്പാടാണ്. കണ്ടോ പണിയെടുക്കുന്നത്. ആനകൾക്കുള്ള ഷെഡ്യൂളാണ്. നല്ല ഒന്നിനൊക്കെ ഒരു 1.5 ലക്ഷം കൂടുതലുണ്ടാവും ഇത് ഉണ്ടാക്കാൻ. 1.5 ലക്ഷത്തേക്ക് 2 ലക്ഷം 2.5 ലക്ഷമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ആനയ്ക്കുള്ള ഈ ഷെഡ്യൂളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 10 ഉണ്ടാക്കിയിട്ട് 10 അത്രയ്ക്കും ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ആനക്കോട്ടയുടെ ഒരു കാഴ്ച കണ്ട. നല്ല കാറ്റും പിന്നെ ചെറിയ ആനയ്ക്ക് ഇലക്കിട്ടാണ് മദപ്പാട്ടിലാണ്. അതിൽ ഭയങ്കര കാലിലൊരു കുരു വന്നിട്ടുണ്ട്. അത് കാണുന്ന ഒരു മദപ്പാട്ടിലാണ്. ഇയാളുടെ കാലിൽ ഒരു വെള്ള നിറം കാണുന്നില്ല. അങ്ങനെ പൊന്തിന പിന്നെ ആനയ്ക്ക് ഒന്നും നിശ്ചയമില്ല. എന്താ ചെയ്യുന്നുണ്ട് കൂടെ നിശ്ചയമില്ല. ഈ ആനയുടെ പേരെന്താ? നന്ദനാന ഇവിടെ ഇല്ല, പാലക്കാട് വെച്ച്. നന്ദനാന പാലക്കാട് പോയി എന്ന് പറഞ്ഞു. ഈ ആനയുടെ പേര് പറഞ്ഞ് ഞാനിപ്പോൾ തന്നെ മറന്നും പോയി. വീഡിയോയിലുണ്ടാവും. കുറച്ച് മുമ്പ് നല്ലൊരു ബുദ്ധിമുട്ടിലായിരുന്നു. ഇപ്പോൾ അതിൽ കുറച്ച് നന്നായിട്ടാണ്. നല്ല വീഡിയോയിലൊക്കെ പകർത്തിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നല്ല വെള്ളവും ഫുഡും കൊടുക്കേണ്ടി വരും ഈ ആനകൾക്ക്. കൊടുക്കാമൊന്നല്ല, പക്ഷേ ഈ വാലൊക്കെ ആന ഇങ്ങനെ ചുരുട്ടുന്നെങ്കിൽ, ഇങ്ങനെ അത് ആല കെട്ടുന്നെങ്കിൽ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഞായറാഴ്ച കാരണം കുറേ ആൾക്കാരാണ്. ചങ്ങലില്ലെങ്കിൽ കാണായിരുന്നു ആനയുടെ ഒരവസ്ഥ. മനുഷ്യൻ്റെ അവസ്ഥ, ആനയുടെ അവസ്ഥ അല്ല, മനുഷ്യൻ്റെ അവസ്ഥ കാണായിരുന്നു. പിന്നെ ഒരു 1 അവർ പറയുന്നത് കേട്ടു,
പാവം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതെന്തുപോലെ ജീവിക്കേണ്ട ആൾക്കാരാണ് ഈ ആനയിൽ ഈ മാതിരി ചങ്ങലയിട്ട്. പിന്നെ അവരുടെ ഒരു നിർഭാഗ്യമാണ്. പിന്നെ ഇപ്പോൾ പല മത ആചാരങ്ങളിലും പലതരം ഓരോരോ സംഭവങ്ങളാണ്. അപ്പോൾ അമ്പലത്തിലൊക്കെ എഴുന്നേൽപ്പിക്കാൻ ആനയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഭഗവാന്റെ ആനകളുണ്ടാകുന്ന ഇവിടെയുള്ള എല്ലാ ആനയും ഗുരുവായൂർ ശ്രീകൃഷ്ണൻ്റെ ആനകളാണ് ഇതൊക്കെ. ഇപ്പോൾ അടുത്ത മാസം, ഈ മാസം തന്നെ, ഇനി ഒരു 5-6 ദിവസം കഴിഞ്ഞ് ആന ഓട്ടം വരും. ഇതിലുള്ള 10 ആന ഓടും. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം.